Question number 16. And the 16th question. The coil of a moving coil galvanometer is wound over a metal frame in order to. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ശരിക്കും നമ്മുടെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഫൈൻ ഇൻസുലേറ്റഡ് കോപ്പർ കോയിൽ ഈസ് വൗണ്ട് ഓവർ എ റെക്ടാങ്കുലർ അലൂമിനിയം ഫ്രെയിം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അലൂമിനിയം ഫ്രെയിമിനകത്താണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫ്രെയിം. ഇതിന്റെ പുറത്തുകൂടി നമ്മൾ ഇങ്ങനെ ഫൈൻ ഇൻസുലേറ്റഡ് കോപ്പർ കോയിൽ ചുറ്റി വയ്ക്കും. എന്തിനാണ് ഈ അലൂമിനിയം ഫ്രെയിമിന്റെ പുറത്ത് ചുറ്റിയത്? വേറെ വുഡൻ ഫ്രെയിം ആയാലും പോരെ എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഈ അലൂമിനിയം ഫ്രെയിം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കോയിലിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വയറുണ്ട്, ഫോസ്ഫർ ബ്രോൺസ് വയർ. അതിന്റെ കപ്പിൾ പെർ യൂണിറ്റ് ലിസ്റ്റ് വെരി ലോ ആണ്. കാരണം സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടി കപ്പിൾ പെർ യൂണിറ്റ് ലിസ്റ്റ് കുറഞ്ഞ സാധനമാണ് എടുത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യാൻ വേണ്ടി കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ കറണ്ട് കടത്തി വിടുമ്പോൾ ഈ കോയിൽ ഡിഫ്ലക്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ആ കറണ്ട് റിമൂവ് ചെയ്യുമ്പോൾ ഈ കോയിൽ അവിടെ നിന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവന്റെ ഈ ഫോസ്ഫർ ബ്രോൺസ് വയറിന്റെ കപ്പിൾ പെർ യൂണിറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവന്റെ ഓസിലേഷൻ ഡൗൺ ആകണമെന്നുണ്ടെങ്കിൽ സീറോ ആകണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയമെടുക്കും. അപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് പെർഫോം ചെയ്തതിനു ശേഷം രണ്ടാമത്തെ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യണമെങ്കിൽ ഇവന്റെ ഡിഫ്ലക്ഷൻ തീരുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കുറേ സമയം പിടിക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇവന്റെ ഓസിലേഷൻ പെട്ടെന്ന് നമുക്ക് ഡെഡ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡാമ്പിങ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്. നമ്മൾ ഇതിനകത്തൂടെ ഈ കോയിനകത്ത് എക്സ്ട്രാ കറണ്ട് കടത്തി വിടും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടത്തി വിടുമ്പോൾ ഇവന്റെ മാഗ്നറ്റിക് ഉണ്ടാവും. ഈ അലൂമിനിയം ഫ്രെയിമിനകത്ത് എന്തുണ്ടാവും? എഡ്ഡി കറണ്ട് ഉണ്ടാവുകയും എഡ്ഡി കറണ്ട് ഇവന്റെ ഓസിലേഷനെ പെട്ടെന്ന് ഡാമ്പ് ചെയ്തില്ലാതാക്കുകയും ചെയ്യും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്. അപ്പൊ ഇവിടെ നമ്മൾ എഡ്ഡി കറണ്ടിന്റെ യൂസസിനകത്ത് ഒരു യൂസാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതിനകത്തൊരു അഡ്വാൻറ്റേജ് ആണ് ഇലക്ട്രോ അപ്പൊ ഇവിടെ ഈ അലൂമിനിയം ഫ്രെയിം ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്. Therefore answer is 4. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17. 17ാമത്തെ ക്വസ്റ്റ്യൻ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 wires of the same length and shaped into a square and square of side A and a circle with a radius R. If they carry same current, the ratio their magnetic moment. അപ്പൊ നമ്മൾ ആദ്യമേ അറിയേണ്ടത് മാഗ്നറ്റിക് മൊമെന്റിനുള്ള ഇക്വേഷൻ ആണ്. ഒരു കോയിനകത്തൂടി കറണ്ട് കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് M is equal to I into A. ഇവിടെ നമ്മുടെ ആദ്യത്തെ സ്ക്വയർ ലൂപ്പാണ്. സ്ക്വയർ ലൂപ്പിന്റെ ഏരിയ മാറും, സർക്കിളിന്റെ ഏരിയയുമാണ്. സ്ക്വയർ ലൂപ്പിനെ എല്ലാം രണ്ടുപേരുടെയും ഉപയോഗിച്ചിരിക്കുന്ന വയറിന്റെ ലെങ്ത് സെയിം ആണ്. ഇതിനെ ഒരു സ്ക്വയർ ആക്കി മാറ്റുമ്പോൾ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? L/4. ഈ വയർ എല്ലിനെ ഒരു സർക്കിൾ ആക്കി മാറ്റുമ്പോൾ ഇവന്റെ റേഡിയസ് R ആണെങ്കിൽ L is equal to 2πr. Therefore R is equal to L divided by 2π. ഇത് നമുക്ക് നോക്കാം. ഇവന്റെ മാഗ്നറ്റിക് മൊമെന്റ് M1 is equal to I into area A square, that is equal to I into L square divided by 60. ഇവിടെ വരുമ്പോൾ സർക്കിളിന്റെ മാഗ്നറ്റിക് മൊമെന്റ് M2 is equal to I into pi r square, that is equal to I into pi into R ന്റെ വാല്യൂ L by 2pi, L square divided by 4pi square, that is it is equal to L square I L square divided by 4pi. Therefore the ratio between magnetic moment M1 divided by M2 is equal to I L square divided by 60 into I L square into 4pi. That is answer is equal to pi divided by 4. This is the answer. That is answer is 10. But it depends only on area because same current ആണ് കടന്നു പോവുക. Therefore ratio between the magnetic moment for the same current for the square loop and circle forming from the same length. That is the answer is equal to pi divided by 4. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആത്തേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് വായിച്ചു നോക്കൂ. The horizontal component of Earth's magnetic field at a simple question. At a place is √3 times the vertical component. That is horizontal component magnetic field BH is equal to √3 times of vertical component. Horizontal component equation is B cos theta. Vertical component is equal to B sin theta.
B and B are cancelled out. Therefore, tan theta is equal to 1 by root 3 or it is equal to 30 degree. 30 degree എന്ന് പറയുന്നതാണ് pi by 6 radians. Therefore, answer is pi by 6. First one. Okay, ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ബി എച്ചും ബി വി ഈക്വൽ ആകുകയാണെങ്കിൽ ബി സൈൻ തീറ്റ ഈസ് ഈക്വൽ ബി കോസ് തീറ്റ ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ വാട്ട് ഓർ തീറ്റ ഈസ് ഈക്വൽ 45 ഡിഗ്രി അതും ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് പിന്നെ അവിടെ ഒരു കാര്യം കൂടി ഓർത്തോണം. പോൾസിൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്, ഇക്വേറ്ററിൽ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രിയാണ്. അതുകൊണ്ട് പോൾസിൽ വെർട്ടിക്കൽ കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ, ഇക്വേറ്ററിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ചോ. Then question number 90, 19ാമത്തെ ക്വസ്റ്റ്യൻ. അതും സിമ്പിൾ ക്വസ്റ്റ്യൻ. The small direct question. A small angle between magnetic axis and geographic. Magnetic മെറിഡിയനും geographic മെറിഡിയനും ഇടയിലുള്ള ആംഗിളിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. അപ്പൊ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 90. Then question number 20. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? Two coils are placed close to each other. The mutual inductance for the pair of the coils depends upon. രണ്ട് കോയിലുകൾ നമ്മൾ അടുത്തടുത്ത് വെച്ചിരിക്കുന്നു. ഒരു കോയിലുകൾ സെക്കൻഡ് കോയിലുകൾ ഈ ഷേപ്പ് തന്നെ ആകണമെന്നൊരു നിർബന്ധവുമില്ല. ഇവർ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ എന്തിനേക്ക് ഡിപെൻഡ് ചെയ്യും? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റേറ്റ് അറ്റ് വിച്ച് കറന്റ് ചേഞ്ചസ് ഇൻ ദ ടു കോയിൽസ്. ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ നോക്കായി ഇതിനകത്ത് കറണ്ട് കടന്നു പോയാലും ഇല്ലെങ്കിലും മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്. അതുകൊണ്ട് കറണ്ട് റേറ്റ് ചേഞ്ച് ചെയ്യണമെന്നുള്ള ഇവിടെ ഒരു വിഷയവുമേ അല്ല. ഇവിടെ നമുക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കറണ്ട് കടന്നു പോയാലും സെക്കൻഡ് കോയിൽ കൂടെ കറണ്ട് കടന്നു പോയാലും ഇല്ലെങ്കിലും മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകും. മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കറണ്ട് ഓർ റേറ്റ് ചേഞ്ച് ഇൻ കറണ്ട്. കാരണം നമ്മൾ അപ്പോൾ ചോദിക്കും, സാറേ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ കറണ്ട് ചേഞ്ച് ചെയ്യണം. ഇതിന് മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവും, അത് എഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ കറണ്ട് ചേഞ്ച് ചെയ്യണം. ആ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാനിപ്പോൾ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചു. ഈ ബോട്ടിലിന്റെ കപ്പാസിറ്റി 1 ലിറ്റർ ആണ്. അപ്പൊ അവനോട് ആരെങ്കിലും ചോദിച്ചാൽ അവൻ എന്ത് പറയും? ഞാൻ 1 ലിറ്റർ വാട്ടർ സ്റ്റോർ ചെയ്യാം. നമ്മൾ വാട്ടർ കൊടുത്താലല്ലേ സ്റ്റോർ ചെയ്യും, കൊടുത്തില്ലെങ്കിലും സ്റ്റോർ ചെയ്യില്ല, അവന് കപ്പാസിറ്റി ഉണ്ടാകും. അപ്പോൾ ഈ ബോട്ടിലിന് എഫക്റ്റ് വരണമെങ്കിൽ വാട്ടർ നമ്മൾ അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ അവന് എഫക്റ്റ് വരും. ഇല്ലെങ്കിലും കപ്പാസിറ്റി അവിടെ ഉണ്ടാവും, അതിന് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത് പോലെ ഈ രണ്ട് കോയിലും അടുത്തടുത്തിരുന്ന് കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവും. ആ മ്യൂച്വൽ ഇൻഡക്ഷന് എഫക്റ്റ് വരണമെങ്കിൽ ഏതെങ്കിലും ഒരു കോയിലിന്റെ കറണ്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇഫ് കോയിഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഓഫ് ദീസ് ടു കോയിൽസ് ആർ L1 and L2, അപ്പോൾ ഇവർ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ഷൻ എത്രയായിരിക്കും? ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ M is equal to K into root of L1 L2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അവിടെ Kക്ക് നമ്മൾ പറയുന്ന പേരാണ് കപ്ലിംഗ് കോൺസ്റ്റന്റ്. കപ്ലിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ Kയുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 and 1, 0ക്കും 1നും വരെയാണ്. Kയുടെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം there is no mutual induction. Kയുടെ വാല്യൂ 1 ആയാൽ മാക്സിമം മ്യൂച്വൽ ഇൻഡക്ഷൻ. എപ്പോഴാണ് മാക്സിമം മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകുക? ഈ രണ്ട് കോയിലും വളരെ അടുത്തടുത്തിരിക്കുകയും ഫസ്റ്റ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കംപ്ലീറ്റ് സെക്കൻഡ് കോയിലിന് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ Kയുടെ വാല്യൂ മാക്സിമം. ഇവർ തമ്മിലുള്ള പൊസിഷൻ ദൂരേക്ക് മാറുന്തോറും ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കംപ്ലീറ്റ് സെക്കൻഡ് കോയിലിന് കിട്ടാതെ വരും. അപ്പോൾ Kയുടെ വാല്യൂ കുറഞ്ഞ് ഇവർ തമ്മിൽ വളരെ വലിയ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണെങ്കിൽ ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അല്പം പോലും ഇവന് കിട്ടത്തതുമില്ല, മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാകുകയുമില്ല. അപ്പോൾ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇവർ തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷൻ മാറുന്നതിനനുസരിച്ച് മ്യൂച്വൽ ഇൻഡക്ഷൻ മാറും. ഇഫ് ടു കോയിൽസ് ആർ വെരി ഫാർ അപ്പാർട്ട്, വളരെ ദൂരെ ഇരിക്കുകയാണെങ്കിൽ there is no mutual induction. If they are very close to each other, then mutual induction is maximum. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് മ്യൂച്വൽ ഇൻഡക്ഷൻ മാറും. Therefore, here the answer ഏതായിരിക്കണം? റിലേറ്റീവ് പൊസിഷൻ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ദ ടു കോയിൽസ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. റിലേറ്റീവ് പൊസിഷൻ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ദ കോയിൽ, ദാറ്റ് ഈസ് സെക്കൻഡ് ചോയ്സ് ആണ് ആൻസർ. റിലേറ്റീവ് പൊസിഷൻ ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ദ കോയിൽ, അല്ലാതെ കറണ്ടിന്റെ റേറ്റിനൊന്നും ചേഞ്ച് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. Therefore, answer സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21 പറഞ്ഞിരിക്കുന്നത് എന്താ? എ കണ്ടക്ടിംഗ്
square loop of side L and resistance R moves in its plane with a uniform velocity v. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ലൂപ്പ് കംപ്ലീറ്റ്ലി മാഗ്നറ്റിക് ഫീൽഡിനകത്താണ്. ആദ്യമേ അത് ഓർക്കുക, ബാക്കി ഞാൻ പറഞ്ഞു. നമ്മൾ ഈ ക്വസ്റ്റിന്റെ കേസിൽ ഇതിന്റെ ആൻസർ ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ദിസ് ലൂപ്പ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡിന് കംപ്ലീറ്റ് ആയിട്ട് അകത്താണ്. നമ്മൾ നോക്കേണ്ടുന്നത് ഇത്രയും. ഞാൻ അതിന്റെ ആൻസർ പറയാം. Suppose there is a uniform magnetic field B acting into the plane of paper. ഇതിനകത്ത് കൂടി ഒരു റോഡ് ഓഫ് ലെങ്ത് L മൂവിംഗ് വിത്ത് എ വെലോസിറ്റി V. നമുക്കറിയാം ഈ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഈ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ അവന്റെ എൻഡിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു BLV. ഈ സമയത്ത് നമ്മൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ ആയിട്ട്, ഇവൻ മാഗ്നറ്റിക് ഫീൽഡിന് പുറത്താണ്, എക്സ്റ്റേണൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇതാണ് മോഷണൽ EMF. അതിന്റെ ഫലമായിട്ട് ഒരു കറണ്ട് ഉണ്ടാകുക. കറണ്ട് I is equal to E divided by R, that is equal to BLV divided by R. ശ്രദ്ധിക്കുക. By Fleming's right hand rule, the direction of current is in the upward direction. അപ്പൊ ഈ കണ്ടക്ടർ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവനുണ്ടാക്കുന്ന കറണ്ട് മുകളിലേക്കാണ്. ഇനി ഞാൻ ഇതിനെ എടുത്തങ്ങ് കാണും. ഇതിനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇവിടെ ഞാൻ രണ്ടാമതൊരു കണ്ടക്ടറിനെ എടുത്ത് വെക്കുന്നു. വേറൊരു കണ്ടക്ടർ ഇവൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന EMF എത്ര തന്നെയായിരിക്കും? BLV. ഇവരെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എത്രയായിരിക്കും? BLV ഡിവൈഡഡ് ബൈ R അപ്വേർഡ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ രണ്ട് കണ്ടക്ടറിനെ കൂടി എടുത്ത് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു എന്ന് കരുതുക. അപ്പൊ ഇവർ മൊത്തത്തിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. എന്ത് സംഭവിക്കും? ഇവിടെ ഒരു EMF ഉണ്ടാവും BLV, ഇവിടെ ഒരു EMF ഉണ്ടാവും BLV, ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും BLV ഡിവൈഡഡ് ബൈ R, ഇവിടെയും ഒരു കറണ്ട് ഉണ്ടാവും BLV ഡിവൈഡഡ് ബൈ R. ഈ രണ്ട് കറണ്ട് കൂടി ഇങ്ങനെ വരും. നെറ്റ് കറണ്ട് എത്രയായി പോവും? 0 ആയി പോവും. അപ്പോൾ ഈ ഒരു സാധനം ഇല്ലായിരുന്നു എങ്കിൽ, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എങ്കിൽ ഒരു സൈഡ് മാത്രമായിരുന്നു ഉണ്ടായെങ്കിൽ BLV കറണ്ട് ഈസികൾ BLV ഡിവൈഡഡ് ബൈ R. എന്നാൽ രണ്ട് സൈഡ് ഉണ്ടാകും. രണ്ട് സൈഡ് മാഗ്നറ്റിക് ഫീൽഡിനകത്തും ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് കറണ്ട് ഈസികൾ 0, നെറ്റ് EMF 0. അപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിംഗ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ്, ഇൻ വിച്ച് എ ലൂപ്പ്, സ്ക്വയർ ലൂപ്പ് ഓർ റെക്ടാങ്കുലർ ലൂപ്പ്, ഏത് ഷേപ്പോ ആയിക്കോട്ടെ, ദാറ്റ് ലൂപ്പ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ആ ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിന് കംപ്ലീറ്റ്ലി ഇൻസൈഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇൻഡ്യൂസ്ഡ് EMF 0 ആയിരിക്കും, നെറ്റ് കറണ്ടും 0 ആയിരിക്കും. ദ ലൂപ്പ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ്. എന്നാൽ ഇത് ഇങ്ങനെ ആയിരുന്നു എങ്കിലോ, ഈ സൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് പുറത്താണ്. മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF BLV, കറണ്ട് ഈസ് ഈക്വൽ ടു BLV ഡിവൈഡഡ് ബൈ R. ഒരു സൈഡിൽ മാത്രമേ ഇൻഡ്യൂസ്ഡ് EMF കറണ്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇഫ് ദ ലൂപ്പ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ there is no net EMF and there is no net current. ഈ ഷേപ്പ് ആകണമെന്ന് നിർബന്ധമില്ല. ഏത് ഷേപ്പ് ആണെങ്കിലും, ഈ ഷേപ്പ് ആണെങ്കിലും. പല നിങ്ങളുടെ CBSE നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ, അത് മൂവ് ചെയ്യുന്നു, ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF 0. അപ്പൊ ഇൻ ദ ലൂപ്പ് ഈസ് കംപ്ലീറ്റ്. എന്തുകൊണ്ടാണ് 0 ആയെന്ന് അറിയാമോ? ഇങ്ങനെയും പറയാം, ഇൻഡ്യൂസ്ഡ് EMF is equal to minus d5 divided by dt. Even magnetic field complete ആണെങ്കിലും ഫ്ലക്സ് is always remains a constant. There is no change in flux. If there is no change in flux, then induced EMF is equal to 0. അങ്ങനെയും പറയാം. അപ്പൊ എന്തായാലും ഓർക്കുക, if a loop is completely inside the magnetic field, then there is no net EMF, there is no net current. ഒരു കാര്യം കൂടി ഓർക്കുക, ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ ഇങ്ങനെ, ഇതിൽ ക്ലോസ് അല്ല, ഇവൻ ദാ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു, ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓർക്കുക, BLV എന്ന് എടുക്കുക. ഇൻഡ്യൂസ്ഡ് EMF BLV എല്ലായിട്ടും എടുക്കേണ്ട ഇത്രയും ഡിസ്റ്റൻസ് ആയിരിക്കണം.
നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷേ എൻട്രൻസിനൊക്കെ ചോദിക്കാം. ഇഫ് എ റെക്ടാംഗുലർ loop of this shape is moving towards right with a velocity v, then what is the induced EMF between the ends എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BLV വേറെ LEC. ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കില്ല, സർക്കുലർ ലൂപ്പ് ആയിരിക്കും. എന്നിട്ട് ഇവൻ മൂവ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ഇൻഡ്യൂസ്ഡ് EMF between the ends എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിട്ട് ഈ ഡിസ്റ്റൻസിനിടയ്ക്ക് that is equal to R. അതൊരു എൻട്രൻസിന്റെ ക്വസ്റ്റൻ ആണ്. ഇൻഡ്യൂസ്ഡ് EMF BLV. ഇത് കംപ്ലീറ്റ് മാഗ്നറ്റിക് ഫീൽഡിന് അകത്തായിരിക്കണം. ഇത് ലൂപ്പ് ആയിരിക്കരുത്. ഇത് ലൂപ്പ് അല്ല, മറ്റേ ലൂപ്പ് ഫുൾ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ there is no induced EMF. പക്ഷെ അത് ഓപ്പൺ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF BLV where BL is the distance between these two ends എന്ന് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ക്വസ്റ്റൻ നമ്പർ 21. അതുകൊണ്ട് നമുക്ക് ഇവിടെ വരേണ്ടുന്ന ആൻസർ എന്തായിരിക്കണം? നമ്മുടെ ഈ കേസിൽ വരേണ്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നെറ്റ് EMF is equal to net current through this circuit is equal to 0. Therefore, answer is fourth one. Okay. നമുക്ക് അടുത്ത ക്വസ്റ്റൻ നമ്പർ 22ലേക്ക് പോവാം.